ചില സംഗതികളുണ്ട് നമ്മൾ ചെല്ലാൻ തിരിഞ്ഞാൽ അള്ളാഹു നാവിനത് എളുപ്പാക്കും, അല്ലെങ്കിൽ നാരിയ സ്വലാത്തിലേക്കും. മഹാനായ അലി റളിയല്ലാഹുവിന്റെ, ഹസൻ റളിയല്ലാഹുവിന്റെ, ഹുസൈൻ റളിയല്ലാഹുവിന്റെ പേരക്കുട്ടിയായ ജഅഫർ സാദിഖിന്റെ സ്വലാത്താണ് ആര്യ സ്വലാത്ത്. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معين. അതിനർത്ഥം പറഞ്ഞുതരാം. സലാത്തുൽ ഫാത്തിഹ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, പിന്നെ വീണ്ടും പറയാം. അല്ലാഹുമ്മ, അല്ലാഹുവേ, സ്വല്ലി സ്വലാത്തൻ കാമില, നീ സമ്പൂർണ്ണ അനുഗ്രഹം ചൊരിയണമേ, വസല്ലിം സലാമൻ താമൻ, പൂർണ്ണമായ രക്ഷയും നൽകണമേ, അലാ സയ്യിദിന, ഞങ്ങളുടെ നേതാവിൻ്റെ മേൽ, അതായത് മുഹമ്മദിൻ മുത്ത് റസൂലിൻ്റെ പേര്. തൻഹൽ ബിഹി, ആ മുത്ത് റസൂലിനെ കൊണ്ട് അഴിഞ്ഞു പോകും അൽ ഉഖദു, എല്ലാ കെട്ടുകളും. ഏത് കെട്ടും ആരെ കൊണ്ട് അഴിയും? റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ഇല്ല, എല്ലാ കെട്ടും അഴിഞ്ഞു. തെൻഹല്ലുന്റെ അർത്ഥം എന്താ ഞാൻ പറഞ്ഞത്? അഴിയും. അൽ ഉഖദു, കെട്ടുകൾ, കെട്ടിക്കൊടുക്കുകൾ. ഏത് കെട്ടിക്കൊടുക്കും? സ്വലാത്ത് എല്ലാം കഴിഞ്ഞു. ബിഹി, ആ റസൂലുള്ളാഹിന്റെ കാരണമായി വിശാലമാവും, അതായത് എക്സിറ്റ് ആവും. അൽ ഖുറബ്, ഏത് ബുദ്ധിമുട്ടുകളും തുറന്നു തരും. ഖുറബ് ബുദ്ധിമുട്ടുകൾ, കിർബിന്റെ ബഹുവചനം ഖുറബ്, കുർബത്ത് ഖുറബ്, കുർബത്തിന്റെ ബഹുവചനം ഖുറബ്. എന്താ അർത്ഥം? കുർബത്ത് ബുദ്ധിമുട്ട്, ഖുറബ് ബുദ്ധിമുട്ടുകൾ. അത് തംഫരിച്ചു വിടർന്നു വരിക. അതെന്താവും? ഏത് ബുദ്ധിമുട്ടിൽപ്പെട്ടവനും അതൊന്നും തുറന്ന് പുറത്തേക്ക് വരും. നബിയുടെ കാരണമായി വീട്ടപ്പെടും അൽ ഹവായിജു, എല്ലാ ആവശ്യങ്ങളും. ഈ റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ഇല്ലാൽ, റസൂലുള്ളാഹിനെ മനസ്സിൽ കൊണ്ടുവന്നാൽ എല്ലാ ആവശ്യവും വീട്ടപ്പെടും. തുനാലു ബിഹി, നബിയുടെ കാരണമായി കരസ്ഥമാക്കപ്പെടും അർ റഗായിബു, എല്ലാ ആഗ്രഹങ്ങളും. വഹാബികളെ വാക്ക് കേൾക്കണ്ട. വഹാബികൾക്ക് പടച്ച തമ്പുരാൻ തലച്ചോറ് കൊടുക്കാത്തത് കൊണ്ടാണ് അവരെ കൂട്ടത്തിൽ കൂടണ്ട. ഇതാ ഈ ക്ലാസ്സിൽ വന്ന് പഠിച്ചോ. എന്ത്? നാരി സ്വലാത്തുൽ ഫാത്തിഹിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പിന്നൊരിക്കൽ പറയാം. ഇതാ നാരി സ്വലാത്തിന് അർത്ഥം എന്ത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, സ്വല്ലി സ്വലാത്തൻ കാമില, സമ്പൂർണ്ണ അനുഗ്രഹം ചെയ്യ്, വസല്ലിം സലാമൻ താമൻ, പരിപൂർണമായ രക്ഷയും ചെയ്യ്, അലാ സയ്യിദിന മുഹമ്മദ്, ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് നബിയുടെ. അല്ലാതെ എങ്ങനെയുള്ള നബിയാണെന്നോ? തൻഹൽ ബിഹി, ആ നബിയെ കൊണ്ട് അഴിഞ്ഞു പോകും അൽ ഉഖദു, എല്ലാ കെട്ടുകളും. വതംഫരിജ് ബിഹി, നബിയെ കൊണ്ട് എല്ലാം തുറവടിയാകും, എക്സിറ്റ് ആകും. പിന്നെ അൽ ഖുറബു, എല്ലാ ബുദ്ധിമുട്ടും. ഏത് ബുദ്ധിമുട്ടും നബിയുടെ സ്വലാത്തിന് ചെല്ലിയാൽ ആകും തുറന്നിട്ടു. വതുഖ്ലാ ബിഹി, നബിയുടെ കാരണമായി വീട്ടപ്പെടും അൽ ഹവായിജു, എല്ലാ ആവശ്യങ്ങളും. ഹാജത്തിന്റെ ബഹുവചനം ഹവായിജ്. തുഖ്ലാ, ഖലാ, അല്ലാഹു വിധിച്ചു തരാം. ഖലായിൽ നിന്നാണ് തുഖ്ല, അള്ള വിധിക്കും. എന്ത്? അൽ ഹവായിജു, നിന്റെ എല്ലാ ആവശ്യവും നിനക്ക് അല്ലാഹു തആല അനുകൂലമായി വിധിച്ചു തരും. വതുനാലു ബിഹി, നബിയുടെ കാരണമായി കരസ്ഥമാക്കപ്പെടും അർ റഗായിബു, എല്ലാ ആഗ്രഹങ്ങളും. ഹവായിജ് ആവശ്യങ്ങൾ ആദ്യം പറഞ്ഞു, റഗായിബ് ആഗ്രഹങ്ങൾ. ഹുസ്നുൽ ഖവാത്തിമി, നല്ല പര്യവസാനവും കിട്ടും. നബിയെ കൊണ്ടുവന്നാൽ നല്ല പര്യവസാനം, അതായത് നല്ല എനിക്ക് മരിച്ചോളും. മരിക്കൽ മാത്രമല്ല കുട്ടികളെ, ഏത് വിഷയവും ശുഭമായി പര്യവസാനിക്കും. അതുകൊണ്ടാണല്ലോ കുട്ടികളെ ഏത് വിഷയം തീരുമ്പോൾ നമ്മൾ 3 വട്ടം സ്വലാത്തിൽ, അതിൻ്റെ നല്ല പര്യവസാനത്തിനാണത്. മേഘത്തോട് പോലും മഴ ചോദിക്കപ്പെടാം ബിഹി, നബിയെ മുന്നിൽ വെച്ചിട്ട്. മേഘമേ മഴ ഉണ്ടാ എന്ന് സ്വലാത്തിൽ പറഞ്ഞ മഴ പെയ്യുന്നടാ അതിൻ്റെ അർത്ഥം. മേഘത്തോട് മഴ ആവശ്യപ്പെടാം. ബിവജ്ഹിൽ കരീം, റസൂലുള്ളാഹിയുടെ ബഹുമാനപ്പെട്ട വജ്ഹിനെ മുൻനിർത്തിയിട്ട് എന്ത് ചെയ്യാ? മേഘമേ, എൻ്റെ റസൂലുള്ളാഹിനെ മുൻനിർത്തി ഞാൻ നിന്നോട് പറയാം, മേഘമേ ഒന്ന് മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ ഇഖ്ലാസോട് കൂടി പറഞ്ഞാൽ എന്താവും? മഴ പെയ്യും. വഅല ആലിഹി, നബിയുടെ കുടുംബത്തിനും സലാത്ത് സലാം ചെയ്യും. സഹാബി, അവിടുത്തെ സഹാബികൾക്കും. ഫീ കുല്ലി ലംഹത്തിൻ, ഓരോ സെക്കൻഡിലും അനുഗ്രഹവും സലാമും അവർക്ക് കൊടുക്ക്. വനഫസിന്, ഓരോ ശ്വാസത്തിനും. ബിഅദദികുല്ലി മഅലൂമില്ലക്ക്, നീ എൻ്റെ അറിവ് ബന്ധിച്ച ഓരോ വസ്തുവിൻ്റെയും എണ്ണം അനുസരിച്ച്, അള്ളാഹുവിൻ്റെ അറിവ് ബന്ധിച്ച വസ്തുക്കളുടെ എണ്ണം കണക്കാക്കാൻ. അതായത് അറ്റമില്ലാത്ത സ്വലാത്തു സലാമു എന്നർത്ഥം. അതാണ് എന്ത്? നിന്റെ മഅലൂമാത്തുകൾ ബന്ധിച്ച വസ്തുക്കളുടെ എണ്ണം അനുസരിച്ച് നബിക്കും നബിയുടെ കുടുംബത്തിനും സ്വലാത്തും സലാമും ചെന്നൽകണമേ. അപ്പൊ അറ്റമില്ലാതെ കൊടുക്കണമേ. ഇതെന്തൊരു 1000 വട്ടം ചെല്ലിയാൽ സ്വലാത്തു താജ് ഒക്കെ പറ്റും. സ്വലാത്തു താജ് പറ്റും. സ്വലാത്തുൽ മുൻജിയ, സ്വലാത്തുൽ തിബ്, ഏത് സ്വലാത്തും. അള്ളാന്റെ ഹബീബിന്റെ മേൽ ദുആർക്കുകയോ അള്ളാന്റെ ഹബീബിന്റെ പുകഴ്ത്തി പറയുകയോ ചെയ്യുന്ന എല്ലാ സ്വലാത്തും സ്വലാത്താണ്. എൻ്റെ പറ്റും.
ബുദ്ധിമുട്ട് കൂടിയ കൂലി കൂടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പം ഇവിടുന്ന് പോകണമെന്ന ചിന്തയിൽ പണിയെടുക്കുക. ഒരു ദിവസം ഒരു സമയം വെറുതെ ആക്കാതിരിക്കുക. പടച്ച തമ്പുരാന്റെ പൊരുത്താണ് ഇവിടെ വേണ്ടത്. അതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.